സുവിശേഷത്തിൻ ദീപതെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാം. ഞാനും നിങ്ങളും എപ്പോൾ കർത്താവുമായിട്ട് കൂടുതൽ ഐക്യപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അപ്പോൾ ഒന്നൊന്നായിട്ട് ഒത്തിരി വേദനകൾ, സഹനങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഒത്തിരി ആത്മീയ സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? പ്രാർത്ഥിക്കുന്തോറും എൻ്റെ ജീവിതത്തിൽ വേദനകൾ കൂടുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും സാത്താൻ നമ്മുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കുന്നുണ്ട്. സഹനം എന്നാൽ രക്ഷാകരമാണ്. എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് സഹനങ്ങൾ അത്യന്താപേക്ഷിതമാണ് എന്ന ആ പരമമായ സത്യം നമ്മളിന്ന് വിശുദ്ധ ബൈബിളിൻ്റെയും സഭയുടെ പഠനങ്ങളുടെയും സഭയിലെ വിശുദ്ധരുടെ ജീവിതങ്ങളുടെയും അടിസ്ഥാനമാക്കി നമ്മളൊന്ന് ഒന്നിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 26-ാം വാക്യം, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തീയ സഹനത്തെക്കുറിച്ച് വിശുദ്ധ പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്ന വചനം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം ബ്രദറെ. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തീയ സഹനമെന്നാണ് വിശുദ്ധ പത്രോസ്ലീഹ അതിന് കൊടുത്തിരുന്ന ഹെഡ്ലൈൻ. അപ്പോൾ ഒരു ക്രിസ്ത്യാനി സഹിക്കേണ്ട സഹനങ്ങളുടെ മനോഭാവത്തെക്കുറിച്ച് ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ്ലീഹ സഭാമക്കളെ പഠിപ്പിക്കുക. ക്രിസ്തുവിൻ്റെ സഹനം ഉദ്ധാനത്തിലൂടെ മൗക്തീകരിക്കപ്പെട്ടതുപോലെ ക്രിസ്ത്യാനികളുടെ സഹനം ഒരു മഹത്വീകരണ പ്രക്രിയ യുഗാന്ത്യത്തിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റും. ഇന്ന് സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ പലരും പെറുപെറുക്കുക, ഞാൻ എത്രയോ പ്രാർത്ഥിക്കുന്നു, എത്രയോ പള്ളിയിൽ പോകുന്നു, എന്നാലും എനിക്കിത് വന്നല്ലോ. ഒരു ഇതിൽ ചിന്തിക്കുമ്പോൾ സഹനങ്ങളും രോഗങ്ങളും തകർച്ചകളും നമ്മൾ ഒത്തിരി ഭയപ്പെടുത്തുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 18-ാം വചനത്തിൽ ഈ സഹനം നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു.
കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളിലുള്ള ദൈവസ്നേഹത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഈ ഭയം കടന്നു വരണേ. ഞാൻ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ, ആ സ്നേഹഫലത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും ഭയം നമ്മളെ സ്വാധീനിക്കില്ല. അപ്പോൾ ദൈവത്തിനോട് ആ സ്നേഹഫലത്തിലായിരിക്കുമ്പോൾ എന്തെല്ലാം സഹനങ്ങളും എന്തെല്ലാം തകർച്ചകൾ വന്നാലും അവയെല്ലാം യേശുവിൻ്റെ സഹനത്തിനോട്, കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ അത് വലിയൊരു അഭിഷേകമായിട്ട് മാറാം. അവിടെ ഉദ്ധാനത്തിൻ്റെ മഹിമ നമുക്ക് ലഭിക്കുക. ഈ ഭൂമിയിലെ സഹനം എന്ന് പറയുന്നത് യുഗാന്തത്തിലെ ശിക്ഷാവിധി എന്നുള്ളൊരു മോചനം ശരിക്കും പറഞ്ഞാൽ. അതുപോലെ എല്ലാ സഹനങ്ങളും ദൈവികമല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരുമ്പോൾ ആ സഹനത്തെ സ്വീകരിക്കുന്ന മനോഭാവം, ആ സഹനത്തിലൂടെ നമ്മളുമായി ബന്ധപ്പെടുന്ന വ്യക്തികളോട് നാം കാണിക്കുന്ന പ്രതികരണങ്ങൾ, അതെല്ലാം ദൈവഹിതത്തിന് അനുസൃതമായാൽ മാത്രമേ സഹനം നമുക്ക് ഒരു പ്രത്യാശയുടെ ജീവിതത്തിലേക്ക് പോവുകയുള്ളൂ. യേശുവിൻ്റെ കുരിശുമരണമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമാധാനം നേടിത്തുന്നത്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങളും ആ കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഈ സമാധാനത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബ്രദർ പറഞ്ഞതിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ശരിക്കും യാദൃശ്ചികമായി ഒന്നും സംഭവിക്കുന്നില്ല, അല്ലേ? എല്ലാം ദൈവത്തിൻ്റെ മനോഹരമായ പദ്ധതിയുടെ ഭാഗമാണ്. ജെറമ്യ 29:11 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് പറയാണ്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ വേദനകളായാലും സന്തോഷങ്ങളായാലും അതെൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ എന്നെക്കുറിച്ച് ദൈവത്തിന് ഇങ്ങനെ വലിയ പദ്ധതി, എൻ്റെ ജനനം മുതൽ, അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ട, സങ്കീർത്തകൻ പറയുന്ന പോലെ, ആ ദൈവത്തിന് ഈ ഭൂമിയിൽ ഓരോ സെക്കൻഡിലും എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ഈ പദ്ധതി എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതെൻ്റെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ് എന്ന ആ വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ബ്രദർ പറഞ്ഞ പോലെ ദൈവികമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ സിറ്റുവേഷന് ഞാൻ ആലോചിക്കുകയാണ്, പുത്രനായ ഈശോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുത്രനായ ഈശോയുടെ ജനനത്തെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ച്, പീഡാസഹനത്തെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ചെല്ലാം വ്യക്തമായ പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി അവിടെ നിറവേറുകയാണ്, അല്ലേ? ഏഷ്യ 53:10 നമ്മൾ വായിക്കുകയാണ്, അവന് ക്ഷതമേൽക്കണമെന്നുള്ളത് കർത്താവിൻ്റെ ഹിതമായിരുന്നു, അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായിരുന്നു ഈശോ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകണമെന്നുള്ളത്. എന്നിട്ട് ഹെബ്രായർ 5:7 നമ്മൾ വായിക്കുകയാണ്, ഈശോ തൻ്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനോട് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടി പ്രാർത്ഥനകൾ സമർപ്പിച്ചു. എന്നിട്ട് അവിടെ പറയുകയാണ്, പുത്രനായിരുന്നിട്ടും സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. അപ്പോൾ തൻ്റെ ഈ സഹനങ്ങളെല്ലാം പുത്രനായ ഈശോ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്വീകരിക്കുക മാത്രമല്ല, അത് ആ സഹനങ്ങളെല്ലാം അനുസരണത്തിലൂടെ അഭ്യസിച്ചു. അപ്പോൾ അനുസരണത്തിലൂടെ ഈശോ അതെല്ലാം അഭ്യസിച്ചു. അതെല്ലാം വലിയ മഹത്വീകരണത്തിന് പുത്രനായ ഈശോയ്ക്ക് കാരണമായിട്ട് തീർന്നു. ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിക്ക് യെസ് മൂളിയാണ്, അനുസരണം. നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്ന് പറയുന്ന ശിമയോൻ പറഞ്ഞപ്പോഴും പരിശുദ്ധ അമ്മ അവിടെ കുലുങ്ങുന്നില്ല. കാരണം ഈ സഹനങ്ങളെല്ലാം പിതാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാകരമായ പദ്ധതി, സഹനങ്ങളെല്ലാം അനുസരണത്തിലൂടെ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്. നമുക്ക് വിശുദ്ധന്മാരുടെ ജീവിതം എടുത്താൽ അവരുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും അവർ ദൈവികമാക്കി, സഹനങ്ങളെ പുണ്യമാക്കിയവരാ വിശുദ്ധർ. നമുക്കറിയാം, തകർച്ചകൾ വന്നപ്പോൾ, രോഗങ്ങൾ വന്നപ്പോൾ അവയെല്ലാം യേശുവിനെ പ്രതി സഹിക്കാനുള്ള വലിയ കൃപ ലഭിച്ചത് അവരിലുള്ള ദൈവസ്നേഹത്തിൻ്റെ ദൈവിക പദ്ധതിയോട് അവർ കാണിച്ച ഒരു തുറവിയാണ് ശരിക്കത്.
വിശുദ്ധ അഭിപ്രാസമ പറഞ്ഞ ഒരു ഇത് ഞാൻ ഓർത്തു പോയാണ്. കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുകൊണ്ടാലേ അവിടുത്തെ സ്നേഹത്തിലും നമുക്ക് പങ്കുകൊള്ളാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം വിശുദ്ധ അൽഫോൻസമ്മ സഹനത്തിൻ്റെ പുത്രിയായിരുന്നു. അൽഫോൻസമ്മയുടെ സൂക്തങ്ങളിൽ അൽഫോൻസമ്മ സഹനത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒത്തിരി പാഠങ്ങളുണ്ട്. അൽഫോൻസമ്മ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്രയോ വലുതാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിലെ, എൻ്റെ ജീവിതത്തിലെ രോഗങ്ങളും വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിനോട് ചേർത്ത് വെച്ച് സമർപ്പിക്കുമ്പോൾ അൽഫോൻസമ്മ അത് സ്വർഗീയ സൗഭാഗ്യമായിട്ടാണ് കരുതിയത്. വീണ്ടും അൽഫോൻസമ്മ പറയാണ്, ഞാൻ സഹനത്തിൻ്റെ പുത്രിയാണ്. സഹനവും ത്യാഗവുമാകുന്ന കല്ലുകൊണ്ട് സ്വർഗത്തിൽ നമുക്കായി മാളികകൾ പണിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെല്ലാം കഷ്ടപ്പാടുണ്ടായാലും അൽഫോൻസമ്മയുടെ മനോഭാവം ഒത്തിരിയായിരുന്നു. എന്തെല്ലാം കഷ്ടപ്പാടുണ്ടായാലും ഞാൻ ഒരിക്കലും ആവലാതി പറയില്ല എന്നുള്ളതാണ്. ഞാൻ അവർക്ക് അൽഫോൻസമ്മയുടെ ജീവിതത്തിൽ നമ്മൾ ആ ഫിലിമിൽ കണ്ടിരുന്നു. ആ ചരിത്രങ്ങൾ കാണിക്കുന്ന ഒരു ഫിലിം നമ്മൾ ശാലോം ടിവിയിൽ കണ്ടിരുന്നു. അൽഫോൻസമ്മയെ കാണാനായിട്ട് ചാച്ചൻ വരുന്നൊരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് ഇപ്പോൾ കടന്നു വരാം. ഒത്തിരി പഴങ്ങളായിട്ട് ചാച്ചനൊരു കൊട്ടയിൽ പഴങ്ങളായിട്ട് വന്നു. മദറും അൽഫോൻസമ്മയും അടുക്കളക്കാരെയും വേറെ കന്യാസ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ഈ പഴങ്ങൾ ചാച്ചൻ മദറിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ സ്നേഹ സംഭാഷണങ്ങൾ നടത്തി സംസാരിച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് ചാച്ചൻ തിരിച്ചുപോയി. ഇത് കണ്ടു നിന്നിരുന്ന വേറൊരു കന്യാസ്ത്രീ അവിടെ പറയുന്ന കുറച്ച് ഒരു സംസാര രീതിയുണ്ട്. ആ കന്യാസ്ത്രീ ഇങ്ങനെ പറയുന്നത്: അവളുടെ ചാച്ചൻ കുറേ പഴങ്ങൾ കൊണ്ടുവന്ന് മദറിനെ കൊടുത്ത് മദറിനെ സോപ്പിട്ട് അവൾ കാര്യം സാധിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പുച്ഛമായ ദേഷ്യത്തിൽ മനസ്സിനെ തകർക്കുന്ന ഒത്തിരി വാക്കുകൾ, കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് ആ കന്യാസ്ത്രീ അകത്തേക്ക് പോയി. ഇത് കണ്ടപ്പോൾ മദറും മൗനമായ അകത്തേക്ക് പോയി. അടുക്കളക്കാരി അൽഫോൻസമ്മ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അൽഫോൻസമ്മയോട് പറഞ്ഞു, അമ്മേ അത് പറഞ്ഞു ഒന്നും ശ്രദ്ധിക്കാൻ പോണ്ട, അതങ്ങനെയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയി. അതിനുശേഷം അൽഫോൻസമ്മ എടുത്ത ആ മനോഭാവന എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. അൽഫോൻസമ്മ അവിടുന്ന് എണീറ്റ് റൂമിൽ പോയി ക്രൂശിത രൂപൻ്റെ മുമ്പിലിരുന്ന് അൽഫോൻസമ്മ പറയുകയാണ് ഈശോയോട്: ഈശോയെ, ആ സിസ്റ്റർ പറഞ്ഞ ഓരോ വാക്കുകളും ഓരോ കുത്തുവാക്കുകളും നീ എനിക്ക് വേണ്ടി കുരിശിൽ സഹിച്ച വേദനയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം ഓരോ വിശുദ്ധരും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓരോ സഹനങ്ങളും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് വിശുദ്ധന്മാരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം മാത്യു നാക്കാമ്പ്ര അച്ഛൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞാനതൊന്ന് വായിക്കാം. എൻ്റെ ഇന്നു വരെയുള്ള സഹനം, മരണം വരെയുള്ള സഹനം, ഇന്നു വരെയുള്ള അധ്വാനം, മരണം വരെയുള്ള അധ്വാനം യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അനന്ത യോഗ്യതയോട് ചേർത്തുകൊണ്ട് കോടാനുകോടി പാപികളുടെ, രോഗികളുടെ, ദുഃഖിതരുടെ, ബന്ധിതരുടെ എല്ലാം മോചനത്തിനായി പിതാവായ ദൈവത്തിന് കാഴ്ചവെക്കുന്നു. മാനസാന്തരത്തിൻ്റെ കൃപകളും അത്ഭുത സൗഖ്യവും വിടുതലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി അവരെ യേശുവിൻ്റെ സാക്ഷികളും പ്രേക്ഷിതരും ആക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ ഒത്തിരി ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നുള്ളതാണ്. രാവിലെ എണീറ്റ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോൾ ആ ദിവസം നമ്മൾ എടുക്കുന്ന, ചെയ്യുന്ന, കടന്നു വരുന്ന എല്ലാ സഹനങ്ങളും മറ്റുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് സമർപ്പിക്കുമ്പോൾ ഒത്തിരി ആത്മാക്കൾ രക്ഷ പ്രാപിക്കുന്നതായിട്ട് വിശുദ്ധന്മാരുടെ ജീവിത ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ബ്രദർ ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, തീർച്ചയായിട്ടും വളരെ സത്യമായൊരു കാര്യം. അതിനോട് ഒന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്കൊപ്പം നമ്മുടെ തന്നെ ആത്മാവിൻ്റെ രക്ഷയ്ക്കും ഈ സഹനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ വിശുദ്ധ ബൈബിളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ കർത്താവ് ഏറ്റവും അധികം ഒരുപക്ഷെ നമ്മളിൽ നിന്ന് നമ്മളെ ഓരോ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ഒരു വിശുദ്ധിയാണ്. ഒരു വിശുദ്ധി കൂടാതെ, കർത്താവ് പറയുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മളെല്ലാവരും കർത്താവിനെ ദർശിക്കണം, കർത്താവിൻ്റെ കൂടെ ചേർന്ന് ജീവിക്കണമെന്ന് കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും വിശുദ്ധീകരിക്കാനായിട്ട് ഈ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്നുണ്ട്. വചനത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു,
സഹനത്തിൻ്റെ ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും. അപ്പോൾ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന ആ വിശുദ്ധിയുടെ തലത്തിലേക്ക് നമ്മളെ വിശുദ്ധീകരിച്ചെടുക്കാനായിട്ട് ദൈവം ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. അല്ലെങ്കിൽ ബ്രദർ പറഞ്ഞ പോലെ എല്ലാ സഹനങ്ങളും ദൈവികമല്ല, പക്ഷേ ദൈവികമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് വേദനകൾ വന്നു കഴിയുമ്പോൾ ദൈവമേ ഇതിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. യെശയ്യാ 1:25 കർത്താവ് പറയാണ്, ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ഞാൻ ശുദ്ധി ചെയ്യും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. അപ്പോൾ നോക്കിയേ, നമ്മളിൽ എന്തെങ്കിലും തരത്തിലുള്ള തിന്മയുടെ ബന്ധനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സഹനം അത് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സഹനം എൻ്റെ ഇന്ന ബന്ധനം വിട്ടുപോകാനായിട്ട് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരു ആത്മീയ സുഹൃത്ത് ഒരിക്കൽ എന്നോട് ഞങ്ങളിങ്ങനെ പങ്കുവെക്കായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു ബലഹീനത അദ്ദേഹം എന്നോട് പങ്കുവെച്ചു. എനിക്ക് ഒത്തിരി ടി വി കാണുന്നൊരു സ്വഭാവം, ഒത്തിരി സമയം ഇരുന്ന് ടി വി കാണും അദ്ദേഹം. വേറെ പ്രോഗ്രാമുകളൊന്നുമല്ല, വാർത്തകൾ കാണും. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ സ്വഭാവം ഒത്തിരി സമയം ഞാൻ അങ്ങനെ വെറുതെ കളയുന്നു, അതാണ് അദ്ദേഹത്തിൻ്റെ വിഷമം. ചിലപ്പോൾ കുറച്ച് സമയം കൂടുതലായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ച് വചനം എടുത്തപ്പോൾ കിട്ടിയ വചനഭാഗം ഇതായിരുന്നു, യെശയ്യാ 1:25 ചൂളയിൽ എന്ന പോലെ ഉരുക്കി ഞാൻ ശുദ്ധി ചെയ്യും. ഞങ്ങളങ്ങനെ പിരിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ വലത്ത് കൈ ഭയങ്കരമായ വേദന, അദ്ദേഹത്തിനൊരു പേന പോലും പിടിക്കാൻ പറ്റില്ല, അതുപോലെ വേദന. ഈ വേദന വന്നപ്പോൾ തന്നെ പെട്ടെന്ന് അദ്ദേഹം ഇന്നലെ കിട്ടിയ വചനം ഓർത്തു. അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ ഈ വേദന, എൻ്റെ ഈ വാർത്തകൾ കണ്ട് ഞാൻ വെറുതെ സമയം കളയുന്ന ആ ദുശീലം എന്നെ വിട്ടുപോകാൻ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും വേദന പൂർണ്ണമായിട്ട് മാറിയെന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹത്തിന് അങ്ങനെ ഒത്തിരി സമയം ഇരുന്ന് ന്യൂസ് കാണാനുള്ള ആ ഒരു ഇത് ഒത്തിരി സമയം ന്യൂസ് കാണും അദ്ദേഹം, പക്ഷേ ഒത്തിരി സമയം ടി വിയുടെ മുമ്പിൽ ചെലവിടുന്ന സ്വഭാവം അദ്ദേഹത്തെ വിട്ടുപോയി. അപ്പോൾ ഇതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ചെറുതും വലുതുമായ സഹനങ്ങളെ എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് കാഴ്ചവെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. സഹനങ്ങളെ എങ്ങനെ ദൈവികമാക്കി മാറ്റാമെന്ന് യേശുവിൻ്റെ ഗെത്സമനി തോട്ടത്തിലൂടെ യേശു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഗെത്സമനി തോട്ടത്തിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ശരിക്കും സഹനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു പാഠശാലയാണ്. അതായത് യേശുവിന് രണ്ട് സ്വഭാവങ്ങൾ, രണ്ട് വ്യക്തിത്വങ്ങൾ അവിടെ ശരിക്കും നമുക്ക് വെളിപ്പെടുത്തി തരാം ഗെത്സമനി തോട്ടത്തിലെ പ്രാർത്ഥനയിലൂടെ. യേശുവിലുള്ള ദൈവിക സ്വഭാവത്തെയും യേശുവിലുള്ള മാനുഷിക സ്വഭാവത്തെയും ഈ ഗെത്സമനി തോട്ടത്തിലൂടെ യേശു നമ്മളെ പഠിപ്പിക്കുക. ശരിക്കും നമ്മളൊക്കെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണ് സഹനങ്ങൾ സ്വീകരിക്കേണ്ടതെന്നും യേശു ആ ഗെത്സമനി തോട്ടത്തിലൂടെ എല്ലാ മക്കളെയും പഠിപ്പിക്കുക. ശരിക്കും അതാണ് യേശുവിൻ്റെ മാനുഷികത. അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളി പോലെ നിലത്ത് വീഴുന്നു എന്നുള്ളതാണ്. ആ ഗെത്സമനി തോട്ടത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് യേശു ദുഃഖവെള്ളിയാഴ്ച കുരിശുമരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ കുരിശുമരണത്തിന് വേണ്ടി ശക്തി സംഭരിക്കുക ഗെത്സമനി തോട്ടത്തിലെ പ്രാർത്ഥനകൾ. അപ്പോൾ താൻ ദൈവമായിരുന്നിട്ടും തന്നുള്ള മാനുഷിക സ്വഭാവത്തെ യേശു വെളിപ്പെടുത്തുമ്പോൾ, ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ തകർച്ചകൾ, വേദനകൾ, സഹനങ്ങൾ വരുമ്പോൾ അവയെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുമ്പോൾ, അതാണ് യേശു പറയുന്നത്, പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ, അങ്ങേക്ക് ഹിതമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുന്ന ഒരു മനോഭാവം, അത് എനിക്കും നമുക്കെല്ലാവർക്കും വേണ്ടത് പ്രാർത്ഥനയിലും സഹനങ്ങളൊക്കെ വരുമ്പോൾ. ലൂക്കാ സുവിശേഷം പറയുന്നൊരു വചനം അവിടെ, അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നു. യേശു എല്ലാ സഹനങ്ങളും എല്ലാ അവസ്ഥകളും പിതാവായ ദൈവത്തിലേക്ക്, പിതാവിൻ്റെ ഹിതത്തിന് സമർപ്പിച്ചു. അതാണ് സഹനങ്ങളും സ്വീകരിക്കാനുള്ള എളുപ്പ വഴി. ശരിക്കും പറഞ്ഞാൽ ദുഃഖവെള്ളിയാഴ്ച ഉയർപ്പ് ഞായറാഴ്ചയുടെ മഹിമയിലേക്ക് പോകാനുള്ള കാരണം നമുക്കറിയാം. യേശു കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച അവസാന പ്രാർത്ഥന, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ സമർപ്പണ ശരിക്കും പറഞ്ഞാൽ ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് പോയത്. നമ്മളൊക്കെ വേദനകളും ദുഃഖങ്ങളും വരുമ്പോൾ യേശു പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ യേശു പ്രാർത്ഥിച്ചതുപോലെ സഹനങ്ങൾക്ക് വേണ്ടി യേശു കൊണ്ട മനോഭാവം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ദുഃഖവെള്ളിയാഴ്ചകളും
ഉയർപ്പ് ഞായറാഴ്ചയുടെ അല്ലെങ്കിൽ പ്രത്യാശയുടെ ഒരു മഹിമയിലേക്ക് കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇത് തന്നെയാണ് കുഷ്ഠരോഗി പ്രാർത്ഥിച്ചത്. കുഷ്ഠരോഗിയുടെ ജീവിതത്തിലെ രോഗത്തേക്കാൾ ഉപരി കുഷ്ഠരോഗിയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് സമൂഹം വെറുക്കപ്പെട്ടൊരവസ്ഥയാണ്, പുറന്തള്ളപ്പെട്ട അവസ്ഥ, കുഷ്ഠരോഗിയുടെ അവസ്ഥ. മാനസികമായിട്ട് ഒത്തിരി അവനെ തകർത്തു കുഷ്ഠരോഗിയെ. പക്ഷേ യേശുവിനെ കണ്ടപ്പോൾ കുഷ്ഠരോഗി പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. ആ പ്രാർത്ഥന മനോഭാവം നോക്കി. യേശു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നെ സുഖപ്പെടുത്തിയാൽ മതി. അത് ആഗ്രഹിച്ചത് ശാരീരികവുമായ ആത്മീയമായ സൗഖ്യമാണ്. അപ്പോൾ കുഷ്ഠരോഗി യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഹിതത്തിന് സമർപ്പിച്ചപ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്: യേശു കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ ദൈവത്തിൻ്റെ ഹിതത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ വേദനകളും ഒരു ആശ്വാസമായി, ഒരു തലോടലായി, ഒരു സ്വാന്തനമായി നമുക്ക് അനുഭവിക്കാൻ പറ്റും. ബ്രദർ പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ശരിക്കും നമ്മുടെ വേദന നിറഞ്ഞ ജീവിതത്തിൽ ചിലപ്പോൾ ഒത്തിരി സഹനങ്ങളും വേദനകളും ഈ ഒറ്റപ്പെട്ട അവസ്ഥ, കുഷ്ഠരോഗിയുടെ അവസ്ഥ, കർത്താവ് വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോകും, അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും, അവൾക്ക് ഞാൻ നഷ്ടപ്പെട്ട അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ വീണ്ടും നൽകും. അപ്പോൾ അതൊരു ജീവിത അവസ്ഥയാണ്. ചിലപ്പോൾ കർത്താവ് നമ്മളോട് കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു മരുഭൂമി അവസ്ഥ, ആരും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന നോട്ടം നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. ഫോക്കസ് എപ്പോഴും കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ചുറ്റുപാടുകളിലെ വേദനകളിലേക്ക്, ഒറ്റപ്പെടുത്തലുകളിലേക്ക്, കുറ്റപ്പെടുത്തലുകളിലേക്ക്, നിരാശയിലേക്കൊന്നും പോകാതെ ആ ഒരു ഫോക്കസ് നഷ്ടപ്പെടാതിരുന്നാൽ കർത്താവ് കൂടുതൽ മാധുര്യത്തോടെ നമ്മോട് സംസാരിക്കുകയും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മുന്തിരിത്തോട്ടങ്ങൾ നമുക്ക് വീണ്ടും തരികയും ചെയ്യും. ഞാൻ ആലോചിക്കുകയാണ്, വിശുദ്ധ പത്രോസ് വെള്ളത്തിന് മീതെ നടന്നപ്പോൾ കർത്താവ് വെള്ളത്തിന് മീതെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, കർത്താവ് ഞാനും വരട്ടെ. അവൻ നടന്നു, കർത്താവിൻ്റെ മുഖത്ത് നോക്കി നടന്നപ്പോൾ അവന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവൻ്റെ ഫോക്കസ് മാറി, കർത്താവിൻ്റെ മുഖത്തു നിന്ന് നോട്ടം മാറിയിട്ട് അവൻ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ തിരമാലകൾ കണ്ടു. അവൻ ഭയപ്പെട്ട ആ നിമിഷം തന്നെ അവൻ മുങ്ങിപ്പോയി. പക്ഷെ പത്രോസ് അവിടെ വീണ്ടും ചെയ്തു, മുങ്ങിത്താണുകയെന്ന് കണ്ടപ്പോൾ വീണ്ടും അവൻ കരഞ്ഞു. കർത്താവ് ഉടനെ കരം പിടിച്ചു. അപ്പം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും ഞെരുക്കങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫോക്കസ് മാറരുത്, പിറുവിറുക്കലിലേക്ക് പോകരുത്. ഈശോയിലേക്ക് നോക്കുക, ഈശോയുടെ മുഖത്തേക്കൊക്കെ നോക്കുക, ഈശോയോട് പറയുക കാര്യങ്ങൾ. നമ്മുടെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഓടി നടക്കുക, ഒത്തിരി വ്യക്തികളുടെ പുറകെ ഓടി നടക്കുക. കർത്താവിനോട് പറയാൻ സമയമില്ല, കർത്താവിനോട് പലപ്പോഴും പങ്കുവെക്കാനായിട്ട് സമയമില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. വേദനകളുണ്ടോ, ഈശോയുടെ അടുക്കലേക്ക് വാ, കർത്താവിനോട് പറ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ മനോഹരമായിട്ട് ഇടപെടും. സഹനങ്ങളെ നമുക്ക് അഭിഷേകമാക്കി മാറ്റാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് അറിയുമോ? സഹനങ്ങളെ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി സമർപ്പിച്ച് കാത്തിരിക്കണം. ഇന്ന് പലർക്കും കാത്തിരിക്കാൻ സമയമില്ല. ഇപ്പോൾ രോഗം വന്നു, കർത്താവ് ഞാൻ എത്രയോ പ്രാർത്ഥിക്കുന്നു, തകർച്ച വന്നു, എക്സാമ്പിൾ സാമ്പത്തിക കടബാധ്യത വന്നു. ഈശോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ, എനിക്ക് എന്തുകൊണ്ട് സാമ്പത്തിക കടബാധ്യത വന്നു, എത്ര നാളെ സഹിക്കുന്നു. ഈ സഹനങ്ങളെ യേശുവിന് സമർപ്പിച്ച്, കർത്താവ് ഈ സഹനങ്ങളും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്നുള്ള ഒരു മനോഭാവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ സമയമാകുമ്പോൾ അതെല്ലാം ക്രമീകരിക്കുന്നുള്ളതാണ്. നമുക്കറിയാം, പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 6-ാം വചനത്തിൽ ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ എല്ലാ കാര്യത്തിലും ശ്രദ്ധാലുവായൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഈ ദൈവത്തിൻ്റെ ഈ കരുതലും ഈ സാന്നിധ്യവും നമ്മൾ പലപ്പോഴും വിട്ടുപോവുക. സഹനങ്ങൾ വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ ആ സഹനത്തിലേക്ക് നോക്കിയിരുന്നിട്ട് അടുത്തിരിക്കുന്ന യേശുവിലേക്ക് നോക്കാൻ നമുക്ക് പറ്റുന്നില്ല. ബ്രദർ പറഞ്ഞതുപോലെ
ആ തകർച്ചയിലേക്ക് നോക്കിയിരിക്കുക. തൊട്ടടുത്ത് നിൽക്കുന്ന ആ ദൈവിക സാന്നിധ്യത്തെ വിട്ടുപോവുക. അവിടെയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ സമയം കർത്താവിന് മുമ്പിൽ പറയാം. പക്ഷെ കർത്താവിന് അതിന് മുമ്പിൽ സമയമുണ്ട്. നമുക്കറിയാം, ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞ് 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റ്. യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം പിതാവായ ദൈവത്തിന് വേണമെങ്കിൽ പിറ്റേ ദിവസം ഉയർപ്പിക്കാമായിരുന്നു. എന്തിനാ 3-ാം ദിവസം ഉയർപ്പിക്കാൻ കാരണം? എല്ലാം ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഒരു സമയമുണ്ട്. നമുക്കറിയാം, രക്തസ്രാവക്കാരി സ്ത്രീ 12 വർഷം അവൾ പ്രാർത്ഥിച്ചു കാത്തിരുന്നു. ലാസറിൻ്റെ ഉയർപ്പെടുത്ത് നോക്കിയ ബ്രദറെ, ലാസർ മരിച്ച് 4-ാം ദിവസമാണ് യേശു അങ്ങോട്ട് പോയത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, യേശുവിന് പിറ്റേ ദിവസം പോകായിരുന്നല്ലോ. എല്ലാത്തിനും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ബ്രദർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടമാലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടെ നിന്ന് എനിക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടെ തന്നെ നടത്തുന്നു. അപ്പോൾ ഓരോ വേദനയുടെ സമയത്തും ഇതായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ വരുന്ന പ്രാർത്ഥന. കർത്താവിൽ ആനന്ദിക്കുക, കർത്താവിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ നേരത്തെ ചിന്തിച്ചൊരു ചിന്തയിലേക്ക് ഒന്ന് കടന്നു വരും. വീണ്ടും സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും ശുദ്ധീകരിക്കപ്പെടുമെന്ന് പറയാം. ഈ സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സംഭവത്തെ നമ്മളൊന്ന് എടുത്തു നോക്കുക. നമുക്കറിയാം, സ്വർണ്ണപ്പണിക്കാർ അവർ സ്വർണത്തെ വെച്ച് ആ തീച്ചുളയിൽ സ്വർണത്തെ വെച്ച് അവർ ആ ഓരോ ശുദ്ധീകരണ പ്രക്രിയയിലും ഈ സ്വർണ്ണപ്പണിക്കാരൻ സ്വർണത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുക. അവൻ്റെ ശ്രദ്ധ, അവൻ്റെ ചിന്ത മുഴുവൻ ഈ സ്വർണത്തിലേക്ക് നോക്കിയിരുന്നിട്ടാണ് അവൻ ഊതുകയും ആ സ്വർണത്തെ അതിൻ്റെ ആ ക്രമീകരണത്തിലേക്ക് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് നോക്കിയിരിക്കുക, ശ്രദ്ധ നോക്കി കേന്ദ്രീകരിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ സഹനത്തിലും ഈശോ നമ്മോട് ചെയ്യുന്നത്. നമുക്ക് തകർച്ചകൾ വരുമ്പോൾ യേശു നമ്മളെ തന്നെ നോക്കിയിരിക്കുക. എന്ന് വായിച്ചൊരു കാര്യം ഓർത്തു പോവുക. ഒരു സുഹൃത്ത് എല്ലാ ദിവസവും വൈകിട്ട് നടക്കാൻ പോകും കടൽ തീരത്ത്. അപ്പോൾ അവൻ നടക്കാൻ പോകുമ്പോൾ മണലിൽ 4 കാൽപാദങ്ങൾ കാണും. 2 ഇവൻ്റെയും 2 യേശുവിൻ്റെ എന്നാണ് വിശ്വസിച്ചിരുന്നത്. യേശു അവന് കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അവൻ എല്ലാ ദിവസവും സംസാരിക്കും, യേശുവിനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കും, എല്ലാ വേദനകളും എല്ലാ തകർച്ചകളും സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം അവൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു തകർച്ച, ഒരു രോഗം കടന്നു വന്നപ്പോൾ അവൻ പതിവ് പോലെ അന്ന് കടൽ തീരത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ 2 കാൽപാദങ്ങൾ കാണുന്നുള്ളൂ. അവന് ഒത്തിരി വിഷമമായി. അവൻ ചോദിച്ചു, ഈശോയെ, എനിക്ക് തകർച്ച വന്നപ്പോൾ, എനിക്ക് ഈ രോഗം വന്നപ്പോൾ നീ എവിടെ പോയി? അവനെ മനസ്സിലൊത്തിരി സ്വാധീനിച്ചു. അപ്പോൾ ഈശോ കൊടുക്കുന്ന ഒരു ഉത്തരമാണ്. ഈശോ പറയാണ്, നിനക്ക് തകർച്ച വന്നപ്പോൾ, നിനക്ക് രോഗം വന്നപ്പോൾ നിന്നെ ഞാനെടുത്ത് എൻ്റെ തോളത്തിട്ടു. എൻ്റെ കാൽപാദം നീ കാണുന്നു, നീ എന്നോട് കൂടെയാണ്. ഇത് തന്നെയാണ് നമ്മുടെ സഹനങ്ങൾ യേശുവിലേക്ക് സമർപ്പിക്കുമ്പോൾ, അവിടുന്ന് അവൻ്റെ വേദനയോട് ചേർത്ത് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മുറിവുകൾ യേശുവിൻ്റെ തിരുമുറിവിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ അവൻ യേശുവിൻ്റെ തിരുമുറിവിൻ്റെ അഭിഷേകം കൊണ്ട് അവനെ നിറയ്ക്കും. നമ്മുടെ സഭാ ചരിത്രത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, അപ്പോസ്തലന്മാർ എല്ലാവരും തന്നെ വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയി സ്വർഗത്തെ സ്വന്തമാക്കിയവരാണ്. അതിനുശേഷം സഭ പടുത്തുയർത്തപ്പെട്ട ആ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി രക്തസാക്ഷികൾ സഭയിൽ ഉണ്ടായി. അവരെല്ലാവരും വലിയ സഹനങ്ങളിലൂടെ സ്വർഗം സ്വന്തമാക്കി. ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീഫൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും. വലിയ സഹനം വന്നപ്പോൾ അദ്ദേഹം അത് പുഞ്ചിരിയോട് സ്വീകരിച്ച് അത് അദ്ദേഹത്തിൻ്റെയും മറ്റ് അനേകം മക്കളുടെയും ആത്മരക്ഷയ്ക്ക് അദ്ദേഹം അത് കാരണമാക്കി തീർത്തു. ഇതുപോലെ തന്നെ ഞാൻ ആലോചിക്കുകയാണ്, അപ്പോസ്തല പ്രവർത്തനം 14:22 പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനം. ആ വചനം ഇന്നും ഒത്തിരി നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രസക്തമാണ്. അദ്ദേഹം പറയുകയാണ്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും
നിരവധി പീഡനങ്ങളിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. നിരവധി പീഡനങ്ങളിലൂടെ സ്വർഗം സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തുന്ന പൂർവ്വപിതാക്കന്മാരുള്ള സഭയിലാണ്, സത്യസഭയിലാണ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത്. അതുകൊണ്ട് സഹനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഭയപ്പെടാതെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് അതിനെ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി ഞാനും നിങ്ങളും മാറ്റണം. അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ആ കൃപയ്ക്കായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മൾ പാടിയൊരു പാട്ടിൻ്റെ വരികൾ ഓർത്തു പോവുക. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തണമേ. എല്ലാം എല്ലാം എനിക്കെൻ്റെ ഈശോ. എല്ലാം അവിടുത്തെ തിരുമുറിവിലേക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുറിവുകളെ ഈശോ തിരുമുറിവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കും. നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ ദിവ്യമായ ശക്തിയാലും സ്നേഹത്താലും അവിടുന്ന് നമ്മളെ അഭിഷേകം ചെയ്യും. അങ്ങനെ നമ്മുടെ എല്ലാ മുറിവുകളും എല്ലാ വേദനകളും അവിടുത്തെ തിരുമുറിവിൻ്റെ അഭിഷേകമാക്കി മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.